വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ അത് തന്നെ മാനത്തോട്ട് പോയിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മളിപ്പോൾ വന്ന് വീണേക്കുന്ന ഏതോ ഒരു കുറ്റിക്കാലാണ് ഗൈസ്. നമ്മൾ ഏതോ മരത്തിൻ്റെ മണ്ടയ്ക്ക്. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമല്ല, കുറേ മാസങ്ങളായി ഗൈസ്. അപ്പം കാരണം 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ആയിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയി. അങ്ങനെ ആ പരീക്ഷ കണ്ടാണ് മെയിനായിട്ടും വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇപ്പം പരീക്ഷ കഴിഞ്ഞ് എല്ലാം സെറ്റായി. അപ്പോൾ നമുക്കിനി പതുക്കെ വീഡിയോ ഇട്ട് തുടങ്ങാം. പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇക്വിനോക്സ് ഗെയിമിൽ നിന്ന് നേരെ എൻകാർഡോക്സ് ഗെയിമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ലായിരുന്നു ഗൈസ്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല, സെർച്ച് ചെയ്യുമ്പോഴേ കിട്ടുന്നുണ്ട്. അപ്പം ആദ്യമേ നമുക്ക് വേണ്ടത് ഈ കുറ്റിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു വില്ലേജ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ആദ്യമേ ഒരു വില്ലേജ് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. നമ്മൾ ക്രിയേറ്റീവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് റൂയിൻഡ് പോർട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവ് ആണെങ്കിലും കയറി എടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്തിരിക്കുന്ന സാധനം എല്ലാം അങ്ങ് തൂക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എവിടെയോ നമ്മുടെ ഇതുണ്ട് ഗൈസ്. നമുക്കപ്പോൾ ക്രിയേറ്റീവ് തന്നെ കിടന്നേ. നമുക്കപ്പോൾ പറന്ന് നിന്ന് ആദ്യമേ വില്ലേജ് കണ്ടുപിടിക്കാം. എവിടായിട്ട് വരും വില്ലേജ്? വില്ലേജ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. വില്ലേജ് കണ്ടുപിടിച്ച് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ കുറേ കറങ്ങി നടന്ന് എന്നിട്ട് എൻ്റെ വില്ലേജ് പോയിട്ടൊരു തേങ്ങ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഗൈസ്. ഗതികേടുണ്ട്. അപ്പം നമുക്കൊരു ട്രിക്ക് കിട്ടി. അപ്പം നമുക്ക് ആദ്യമേ അത് ചെയ്യാം. സ്ലാഷ് വന്നില്ല, ലൊക്കേറ്റ്. അപ്പോൾ ഗൈസ് സ്ലാഷ് ലൊക്കേറ്റ് സ്ട്രക്ചർ വില്ലേജ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുള്ളല്ലേ, നമുക്ക് നോക്കാം. നമ്മൾ ഗെയിമിൽ ചെറുതായിട്ടൊന്ന് എക്സൈറ്റ് ആയിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, ലോഡാവ്. ഓക്കെ. -872 വൈ ക്വസ്റ്റ്യൻ. ചേടാ ഇത് ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ? ഒരു മിനിറ്റ് ഗൈസ്, നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു TP സ്പേസ് @S ടെലിപ്പോർട്ടിനെയാണ് ഗൈസ്. എന്നിട്ട് ഈ സാധനം അവിടെ അടിച്ചു നോക്കണം. എന്ത് ചെയ്യും? -872 ബ്രാക്കറ്റ് വൈ ക്വസ്റ്റ്യൻ മാർക്ക്. എന്ത് അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്പേസ് ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൈനസ് അല്ല കോമ ഉണ്ടായിരുന്നു. സാധനം എല്ലാം കുളമായി പോകുന്നു ഗൈസ്. കാണുന്നില്ല കോമ. എന്ത് കോമ അല്ല, പക്ഷേ കോമ എന്നിട്ട് എന്തുവാ -1480 ഇത്ര അടിച്ചിട്ട് നമ്മളെവിടെയെങ്കിലും ടെലിപ്പോർട്ട് ആവുമെന്ന് നോക്കാം ഗൈസ്. അല്ല, അങ്ങനെ ടെലിപ്പോർട്ട് ആയില്ലല്ലേ. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളത് കണ്ടു. ഒരു സ്ലാഷ് ഉണ്ടായിരുന്നു ഗൈസ് ഫ്രണ്ട്, അത് ഞാൻ മറന്നുപോയി. നമുക്കൊന്നുകൂടെ നോക്കാം. ഇത് കിട്ടുവാണെങ്കിൽ കിട്ടും. എററാ. വൈ കൊടുത്തിട്ടില്ല ഗൈസ്. ഈ വൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ആദ്യമേ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക ഗൈസ്, ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടു. ഓക്കെ ഗൈസ്, അങ്ങനെ മണിക്കൂറുടെ കാത്തിരിപ്പിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ആ വൈയുടെ സ്ഥാനത്ത് വേറൊരു 80 എങ്ങാണ്ട് ഒരു നമ്പർ അടിച്ചു കൊടുത്തു ഗൈസ്. 70 എത്രണ്ടെന്നൊരു നമ്പർ അടിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഒരു വില്ലേജ് വന്നെത്തി ഗൈസ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആദ്യം ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം വീട് വെക്കാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില്ലേജാണെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ മതി. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വില്ലേജ്, നമുക്ക് ഈ വില്ലേജ് ഡെവലപ്പ് ചെയ്യാം ഗൈസ്. നമുക്കപ്പം ഇവിടെ നല്ലൊരു മനോഹരമായ ഒരു അടിപൊളി വീട് വെക്കാം ഗൈസ്.
അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കേണ്ട സ്ഥലം നമ്മൾ നിരപ്പാക്കണം. അപ്പോൾ നിരപ്പാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വലിയൊരു ബേസ് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. നമ്മൾ അതിന് മുമ്പ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് പറക്കി വെക്കാം. നമുക്ക് തടി വേണം ഗൈസ്, തടി. പിന്നെ നമുക്ക് സ്റ്റോൺ വേണം, അത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെ വേണം, അത് തൽക്കാലം 2 പേര് നമുക്ക് ആദ്യമേ സെറ്റാക്കാം. ഓക്കെ, നമ്മൾ ആദ്യമേ തടി എടുക്കുന്നു, 4 മൂലയ്ക്കുന്നു, 4 വെച്ച് മേലോട്ട് വേണം. ഇതെന്തുവാ, വീട്ടിനകത്ത് മരം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യും ഗൈസ്. അയ്യോ, അടഞ്ഞ് അടുത്ത് ഇവിടുന്ന് അങ്ങനെ നമ്മൾ 4 ചെയ്യണം. ക്രിയേറ്റീവ് ആയതുകൊണ്ട് എന്തൊരു എളുപ്പമാണെന്നറിയാം വീടൊക്കെ പണിയാൻ. സർവൈവലാണെങ്കിൽ പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് പണിയാൻ ഭയങ്കര മെനക്കെടാ. നമ്മൾ വീട് പണി മാത്രമേ ഉള്ളൂ ഗൈസ് നമ്മുടെ സർവൈവൽ. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് ഇവിടെ എല്ലാം കല്ല് വെച്ച് അടയ്ക്കണം ഗൈസ്, ഈ ഊട്ടം മൊത്തം. ഈ കല്ലൊരു വെറൈറ്റി കല്ലെടുത്താലോ? ഒരു മിനിറ്റ്, ഞാനത് നോക്കട്ടോ. ഇപ്പോൾ ഗൈസ് ചെറിയ പ്രശ്നം പറ്റി. നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു അബദ്ധം കാണിച്ചു ഗൈസ്. നമ്മൾ 3 നേരെ എടുത്തോളൂ, പക്ഷെ 4 ഇതെടുക്കണമായിരുന്നു, 4 തട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എല്ലാം ഒന്ന് പൊളിച്ച് സെറ്റാക്കി എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പൊളിക്കാം. അയ്യോ ഇല്ല. ഒരു മിനിറ്റ് ഗൈസ്, അതിന് നമുക്ക് ഒരു പരിപാടിയുണ്ട്. പിന്നെ രാവിലെ ആകണം. രാവിലെ ആയാലും ഒന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കി എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് പൊളിച്ച് കളയണം. നമുക്ക് പൊളിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തം സെറ്റാക്കി ചെയ്തിട്ട് കുത്തി പൊളിച്ച് ഇവിടെ ഒരു പണി കൂടെ. ഗൈസ് എല്ലാം സെറ്റ്. ഇനി നമുക്ക് അകത്തത്തെ പരിപാടി നോക്കാം. അല്ല, ഇതാരിത് കണ്ടോ ഗൈസ്? നമ്മൾ വീട് പണിയാനൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ക്ഷണിക്കാത്ത അധികം വന്നു കയറുന്നുണ്ട് ഗൈസ്. തട്ടാം, വാള് വെച്ച് കൊല്ലാം. ആദ്യത്തെ അഡ്വഞ്ചർ മേടിക്കാൻ പോവാം. ഏറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇനി നമ്മുടെ പണിയെന്ന് പറയുമ്പം നമുക്ക് ഇതൊന്ന് പാർട്ടീഷൻ ചെയ്യണം ഗൈസ്. ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇനി വീട് മൊത്തം പണിഞ്ഞ് നിന്നിട്ട് നിങ്ങളതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞില്ല, അവിടെ ഒരു ചീമുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കട്ടിൽ സെറ്റാക്കണം ഗൈസ്. കട്ടിൽ അതിന് മുമ്പ് കട്ടിലൊക്കെ ഇട്ട് വെയിറ്റ്. ഓക്കെ ഗൈസ്, കട്ടിൽ വെച്ച് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി ഒരെണ്ണം വെച്ചാൽ മതി, 2 വെക്കണ്ട അലമ്പാവും. നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഒന്ന് നടക്കണം ഗൈസ്. ഇതെല്ലാം കൂടെ കുളമായിപ്പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ പരിപാടി തീരാറായി ഏകദേശം. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് 2 ലാൻറ്റേൺ വെക്കാം. ഇവിടെ 2 ഷെവൽ, മറ്റേ ബാരൽ. ഓക്കെ, ഇവിടെ മേടി.
എന്നിട്ട് ഇവിടെയും നമുക്ക് 2 ലൈറ്റ് കൊടുക്കാം. ഇനി നമ്മുടെ പരിപാടി അടുത്ത വീഡിയോയിലായിരുന്നു ഗൈസ്. നമുക്ക് ഇനി വീഡിയോ അധികം ലാഗ് അടിക്കാൻ സമയമില്ല, എന്തായാലും മൊത്തം പണിഞ്ഞു തരുന്നില്ല. സീനിൽ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ എൻകാഡോക് സൈനിങ് ഓഫ്.